അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ കൈവേലിക്കൽ കഴുമ്പിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് രണ്ട് സംഘങ്ങൾ തമ്മിൽ 2-3 തവണ ഏറ്റുമുട്ടിയിരുന്നു. അതിലെ ഒരു സംഘം ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിൽ പാർട്ടിക്ക് CPM-ന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നേരത്തെയുള്ള വിശദീകരണത്തിന് അനുരോധമായിട്ടാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വരുന്നത് എന്ന് തോന്നുന്നുണ്ടോ ശ്രീ സണ്ണി ജോസഫ്? നികേഷ്, പിണറായി വിജയൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് ഇത്തരം കേരളം ഗൗരവത്തിൽ കണ്ട ഒരു കേസിൽ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത്. ആ പ്രവർത്തകരെ രക്ഷിക്കാൻ കഴിയാത്ത അവരെ കള്ളക്കേസിലാണ് പ്രതിയാക്കിയെങ്കിൽ, അന്വേഷിക്കാൻ പോയവരെയാണ് പ്രതിയാക്കിയെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തര വകുപ്പ് രാജിവെക്കണം. ആ സ്ഥാനം ഒഴിയണം കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അല്ലെങ്കിൽ CPM പറയുന്ന നുണക്കഥയുണ്ടല്ലോ, അത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഇതിനു മുമ്പ് കണ്ണൂർ ജില്ലയിൽ CPM നേതൃത്വത്തിൽ ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് ബോംബ് പൊട്ടിയിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതേ പാനൂരിൽ ചെറ്റക്കണ്ടിയിൽ 2015 അങ്ങനെ സംഭവം ഉണ്ടായി. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ്. ജില്ലാ സെക്രട്ടറി അവരെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ചു. അവർക്ക് രക്തസാക്ഷി സ്മാരകം ഉണ്ടാക്കി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുടിയാമലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി 2 ആളുകൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക് പറ്റി. അന്ന് സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹവും ജില്ലാ കമ്മിറ്റിയും പറഞ്ഞു ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല, വീട് വൃത്തിയാക്കുന്ന സമയത്ത് എന്തോ പൊട്ടിയതാണെന്ന് പറഞ്ഞു. പിന്നീട് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠപുരത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വലിയ യോഗത്തിൽ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ വന്ന് ഇവർക്കെല്ലാം പാർട്ടി രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചുകൊണ്ട് കുടുംബ സഹായം, അവരുടെ മരിച്ച ആളുകളുടെ കുടുംബത്തിന് സഹായം കൊടുത്തു, പരിക്ക് പറ്റിയവർക്ക് ചികിത്സാ സഹായം കൊടുത്തു. അവരെ രക്തസാക്ഷികളായിട്ട് CPM പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ പ്രദേശത്ത് തന്നെ P ജയരാജൻ്റെ മകൻ ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി. ആദ്യം പറഞ്ഞെന്താ നികേഷേ, അത് വിഷുവിന് പടക്കം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പിന്നീടാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് കലിങ്ങിൻ്റെ അടിയിലാണ്. കലിങ്ങിൻ്റെ അടിയിലാണോ വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നത് ചോദ്യം ഉയർന്നു, വാർത്തകൾ വന്നു. അവസാനം ആ P ജയരാജൻ്റെ മകനെതിരെ പോലീസ് LDF-ന്റെ ഭരണത്തിന് കീഴിൽ കേസെടുക്കാൻ നിർബന്ധിതരായി. CPM എപ്പോഴും നുണപ്രചരണത്തിൽ തന്നെ ആശ്രയിക്കുന്നവരാണ്. നമുക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഇത്രയും മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഈ പാനൂരിൽ ബോംബുണ്ടാക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് സ്ഫോടനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ മരിച്ചു എന്ന് CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്കോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അത് പരസ്യമായിട്ട് അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ ചങ്കൂറ്റം, നിഷ്പക്ഷത, സത്യസന്ധത അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ് വിഡ്ഢികളാകുന്നത്. അവരൊരിക്കലും ചെയ്യില്ല. ആ രാഷ്ട്രീയ സത്യസന്ധത അവർക്കില്ല. അതുകൊണ്ടാണ് നിരവധി ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഞാൻ തെളിവ് സഹിതം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇന്നത്തെ പത്രങ്ങളിൽ എന്താണ്? പ്രതികളായിട്ടുള്ളവർ DYFIയുടെ റെഡ് വോളണ്ടിയർ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ വലതുവശങ്ങളിൽ നിൽക്കുന്നവരാണ്. DYFIയുടെ യൂണിറ്റ് ഭാരവാഹികളാണ്, നേതാക്കന്മാരാണ്, നേതാക്കന്മാരുടെ മക്കളാണ്. അവരേതെങ്കിലും ഇപ്പം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏതായാലും കോൺഗ്രസ്സുകാരുണ്ടാക്കിയെന്നോ മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടാക്കിയെന്നോ പറയുന്നതിന് പകരം അവിടെ ഒരു പ്രാദേശിക വിഭാഗീയത ഉണ്ടായിരുന്നു എന്ന് പോലീസിനെ കൊണ്ട് എഴുതിച്ചെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ, ഒരു പ്രാദേശിക വിഭാഗീയതയ്ക്കും കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിൽ ബോംബ് ഉണ്ടായിട്ടില്ല. ബോംബ് സ്ഫോടനം പൊളിറ്റിക്കൽ കേസുകളിലാണ്, പൊളിറ്റിക്കൽ അക്രമങ്ങളിലാണ്. ഈ ബോംബ് നിർമ്മിക്കാൻ പരിശീലിച്ച ആളുകൾ CPM-നുണ്ട്. അത് ചെറിയൊരു പ്രോസസ്സല്ല. അതിന് വീടുകൾ സെലക്ട് ചെയ്യണം, ആളുകളെ കൊണ്ടുവരണം. ഒരു സ്ഥലത്തെ ആളുകളുമല്ല. ഇത് കേസിലെ പ്രതികളാരാ? ഒരു ചെറിയ ലൊക്കാലിറ്റിയിലെ ആളുകളല്ല, പല സ്ഥലങ്ങളിൽ നിന്ന്. നമുക്കറിയാം കതിരൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. 2 CPM പ്രവർത്തകർ ആ ബോംബ് ഉണ്ടാക്കുമ്പോൾ കതിരൂർ പുല്യോടിൽ കൊല ചെയ്യപ്പെട്ടു, അന്ന് മരണപ്പെട്ടു. ഈ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് കതിരൂരിൽ ഞാൻ കൂടി പോയി കണ്ടതാണ്. അവിടെ ആ കേസിൽ പ്രതിയായ ഒരു പയ്യൻ മാഹിക്കാരനാണ്, കേരള സംസ്ഥാനത്തെ ആളല്ല.
അവനെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്നവരാണ് CPM പാർട്ടി. അതുകൊണ്ട് ഈ പച്ചക്കള്ളം അവരെത്ര പറഞ്ഞാലും അവർ സാധാരണ ഇപ്പോൾ നമുക്കറിയാലോ TP ചന്ദ്രശേഖരൻ്റെ കേസ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം ബോംബെ വ്യവസായി, പിന്നീട് അതിലെന്താ ആ വാഹനത്തിൽ എന്താ എഴുതി വെച്ചത്? വാഹനത്തിൽ അതൊരു വർഗീയ ചൊവയുണ്ടാക്കാൻ വേണ്ടി ആ ഇന്നോവ കാറിൽ എഴുതി വെച്ചില്ലേ? അതുപോലെ തന്നെ പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? PC ജോർജ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവസാനം കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ? ആന്തൂര സാജൻ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ സംഭവത്തിൽ CPMൻ്റെ പ്രചരണം എന്തായിരുന്നു? കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ? ഏത് വിഷയത്തെയും അവര് കളവായിട്ട് ചിത്രീകരിക്കാൻ, കളവിനെ ആശ്രയിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അവരല്പമെങ്കിലും ബുദ്ധിശക്തി അവശേഷിക്കുന്നവരാണെങ്കിൽ അവർ പ്രതികരിക്കണം. ഇത് CPM എലക്ഷൻ പർപ്പസിനുണ്ടാക്കിയ ബോംബ് നിർമ്മാണം തന്നെയായിരുന്നു. എലക്ഷൻ പർപ്പസിൽ ആ പ്രദേശം രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾക്ക്, അക്രമങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക്, ബോംബ് അക്രമങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച പ്രദേശമാണ്. Debate with MV Nikesh Kumar.